Dear children, welcome to first year zoology class. Digestion and absorption എന്ന അധ്യായത്തിലൂടെയാണ് നാം കഴിഞ്ഞ 4 ക്ലാസ്സുകളിലായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷനിലെ ഡൈജഷൻ പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. The general organization of digestive system, the process of digestion, അതിനകത്ത് തന്നെ carbohydrate digestion, protein digestion ആൻഡ് ലിപ്പിഡ് ഡൈജഷൻ ഇതെങ്ങനെയാണ് നടക്കുന്നത്, അലിമെൻ്ററി കനാലിൻ്റെ വിവിധ ഭാഗങ്ങൾ എങ്ങനെയാണ് ഡൈജഷന് സഹായിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ് ഡൈജസ്റ്റഡ് ഇൻ ടു ദെയർ ഫൈനൽ ഫോം അറ്റ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അങ്ങനെ ചെറുകുടലിൽ വെച്ചാണ് ദഹന പ്രക്രിയ പൂർത്തിയായത്. ഫൈനൽ പ്രോഡക്ട്സ് എല്ലാ ന്യൂട്രിയൻസും ചെറുകുടലിൽ ഇരിക്കുകയാണ്. ദെൻ വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? ദീസ് nutrients have to be absorbed into the blood stream and lymph. ശരീരദ്രവങ്ങളിലേക്ക് ഇവയെ വലിച്ചെടുക്കണം. ദാറ്റ് ഈസ് അബ്സോർപ്ഷൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബ്സോർപ്ഷനെ കുറിച്ചാണ്. സോ അബ്സോർപ്ഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ എൻഡ് പ്രോഡക്ട്സ് ഓഫ് ഡൈജഷൻ പാസ് ത്രൂ ഇൻറ്റസ്റ്റിനൽ മ്യൂക്കോസ ഇൻ ടു ബ്ലഡ് ആൻഡ് ലിംഫ്. ദഹനപരമായി ഉണ്ടായ പോഷക ഘടകങ്ങൾ ഇൻറ്റസ്റ്റിനൽ മ്യൂക്കോസായിലൂടെ രക്തത്തിലേക്കും ലിംഫിലേക്കും വലിച്ചെടുക്കപ്പെടുന്നതിനെയാണ് ആഗിരണം എന്ന് പറയുന്നത്, എബ്സോർപ്ഷൻ. എബ്സോർപ്ഷൻ ഈസ് ക്യാരീഡ് ഔട്ട് ബൈ ഡിഫറെൻറ്റ് മെക്കാനിസംസ്. പല രീതിയിലാണ് ഈ ന്യൂട്രിയൻസ് രക്തത്തിലേക്ക് പ്രവേശിക്കുന്നത്. പ്രധാനമായും പാസീവ് ട്രാൻസ്പോർട്ട്, ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. എല്ലാ ന്യൂട്രിയൻസും ഒരുപോലെ അല്ല രക്തത്തിലേക്ക് പ്രവേശിക്കുന്നത്, പല രീതികളിലാണ്. സക്രിയ ആഗിരണം, നിഷ്ക്രിയ ആഗിരണം, സഹായക ആഗിരണം, ഇങ്ങനെ പല രീതിയിലാണ് ഈ വസ്തുക്കൾ രക്തത്തിലേക്ക് പ്രവേശിക്കുന്നത്. നമുക്ക് ഏതൊക്കെ വസ്തുക്കളാണ് ഏതൊക്കെ രീതിയിൽ കടന്നു പോകുന്നതെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഇസ് പാസീവ് ഡിഫ്യൂഷൻ ഓർ പാസീവ് ട്രാൻസ്പോർട്ട്. Small amounts of monosaccharides like glucose, amino acids and some electrolytes like chloride ions are generally absorbed by simple diffusion. Simple diffusionilൂടെ രക്തത്തിലേക്ക് പ്രവേശിക്കുന്നത് ചെറിയ അളവിൽ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, പിന്നെ ചില ഇലക്ട്രോലൈറ്റുകൾ, ക്ലോറൈഡ് അയോൺസ് തുടങ്ങിയ ഇലക്ട്രോലൈറ്റുകളും സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ് പ്രവേശിക്കുന്നത്. സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലോവർ ക്ലാസ്സസ് യു ഹാവ് ലേൺഡ്. സിമ്പിൾ ഡിഫ്യൂഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ദ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം എ റീജിയൺ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൺ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് തന്മാത്രകൾ സഞ്ചരിക്കുന്നതിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്, അന്തർവ്യാപനം. അവിടെ മോളിക്യൂൾസ് ഒബേ ഓർ മോളിക്യൂൾസ് മൂവ് അക്കോർഡിംഗ് ടു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. ഗാഢതാ വ്യതിയാനത്തിനനുസരിച്ച് സഞ്ചരിക്കുന്നു. ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നു. ഇറ്റ് റിക്വയേഴ്സ് നോ എനർജി. അവിടെ പ്രത്യേകിച്ച് ഊർജം ചെലവഴിക്കേണ്ട ആവശ്യമില്ല. ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ശരീരത്തിനകത്തുള്ള ചില ന്യൂട്രിയൻസ് ലൈക്ക് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ് ആൻഡ് സം ഇലക്ട്രോലൈറ്റ്സ് ആർ ജനറലി അബ്സോർബ്ഡ് ബൈ സിമ്പിൾ ഡിഫ്യൂഷൻ. ബട്ട് സർട്ടൻ സബ്സ്റ്റൻസസ് ആർ അബ്സോർബ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാരിയർ പ്രോട്ടീൻസ്. ചില കാരിയർ അയോൺസ്, സോഡിയം പോലുള്ള ചില അയോൺസിൻ്റെ സഹായത്താൽ ചില വസ്തുക്കളെ ആഗിരണം ചെയ്യേണ്ടി വരും. ഇതിനെ പറയുന്നത് ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട് എന്നാണ്. ദസ് മെക്കാനിസം ഈസ് കോൾഡ് ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട്. മറ്റൊരാളുടെ സഹായത്താലാണ് ഇവിടെ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചറൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലിപ്പോ പ്രോട്ടീനേഷ്യസ് ഇൻ നേച്ചർ അല്ലേ? പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ലിപ്പിഡും പ്രോട്ടീനും കൊണ്ടാണ്. അപ്പോൾ അവിടെ ചില കാരിയർ മോളിക്യൂൾസ് ആർ ദെയർ. പദാർത്ഥങ്ങളെ സെല്ലിനുള്ളിലേക്ക് കടത്തിവിടാൻ സഹായിക്കുന്ന ചില അയോൺസ് പ്ലാസ്മ മെംബ്രെയിനിലുണ്ട്. ഈ അയോണുകളാണ് തന്മാത്രകളുടെ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നത്. ഇങ്ങനെ മറ്റ് ചില അയോൺസിൻ്റെ അല്ലെങ്കിൽ കാരിയർ പ്രോട്ടീൻസിൻ്റെ സഹായത്താൽ നടക്കുന്ന ട്രാൻസ്പോർട്ടിനെ വി ക്യാൻ കോൾ ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട്. ദ നെക്സ്റ്റ് മെത്തേഡ് ഇസ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് usually occurs against concentration gradient. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എല്ലായ്പ്പോഴും ഒരു ഗാഢതാക്രമത്തിനെതിരെയാണ് നടക്കുന്നത്. അതായത് കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്ത് നിന്ന് കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തേക്ക് മോളിക്യൂൾസിന് സഞ്ചരിക്കണം.
Molecules have to be transported across a concentration gradient, that is from a region of lower concentration to a region of higher concentration. അതുകൊണ്ട് തന്നെ it requires energy. ഗാഢതാക്രമത്തിന് എതിരെ സഞ്ചരിക്കണം എന്നുള്ളത് കൊണ്ട് ഇതിന് ഊർജം ആവശ്യമാണ്. സാധാരണഗതിയിൽ glucose, amino acids, electrolytes like sodium ions etc. are absorbed to blood by this mechanism. ഇതിലൂടെ അതായത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലൂടെ ആഗിരണം ചെയ്യപ്പെടുന്നത് അമിനോ ആസിഡുകളും ഗ്ലൂക്കോസും പല ഇലക്ട്രോലൈറ്റ്സും ഉണ്ട്, പ്രധാനമായും സോഡിയം അയോൺസും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ആക്റ്റീവായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്? നമ്മൾ പാസീവ് ട്രാൻസ്പോർട്ടിലും പറഞ്ഞു സ്മോൾ എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ് ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് ആർ പാസീവ്ലി ട്രാൻസ്പോർട്ടഡ് എന്ന് പറഞ്ഞു. പാസീവ് ട്രാൻസ്പോർട്ടിൽ വളരെ കുറച്ച് എമൗണ്ട് മാത്രമാണ് ബ്ലഡിലേക്ക് എൻ്റർ ചെയ്യുന്നത്. പക്ഷേ ഓൾ സെല്ലുലാർ ആക്ടിവിറ്റീസ് ആൻഡ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് റിക്വയേഴ്സ് ദീസ് ന്യൂട്രിയൻസ്. അപ്പോൾ ഇൻറ്റസ്റ്റൈനകത്ത് ഈ ന്യൂട്രിയൻസിൻ്റെ അളവ് കുറവായിരിക്കുകയും ബ്ലഡിലെ ഇവയുടെ അളവ് കൂടുതലായിരിക്കുകയും ചെയ്താൽ പോലും ഈ എലമെൻസിന് ലൈക്ക് അമിനോ ആസിഡ്സിനെയും ഗ്ലൂക്കോസിനെയും സോഡിയം അയോൺസിനെയും ഒക്കെ തന്നെ പിന്നെയും ആക്റ്റീവായിട്ട് അബ്സോർബ് ചെയ്യും in order to meet the requirements of cells and tissues. ഇപ്പോൾ ശരീരത്തിനകത്ത് ധാരാളം ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇവയൊക്കെ നടക്കാനുള്ള ഊർജം അമിനോ ആസിഡിലും ഗ്ലൂക്കോസിലും ഇലക്ട്രോലൈറ്റ്സിലും ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് പരമാവധി ഉപയോഗപ്പെടുത്താനായി these molecules have to be absorbed very actively to the bloodstream. Transport of water depends on osmotic gradient. ഓസ്മോട്ടിക് ഗ്രേഡിയൻറ്റിനനുസരിച്ചാണ് ജലത്തിൻ്റെ ആഗിരണം സംഭവിക്കുന്നത്. അബ്സോർപ്ഷൻ ഓഫ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ഈസ് ക്വൈറ്റ് ഡിഫറെൻറ്റ് ഫ്രം ദ ടൈപ്പ് ഓഫ് അബ്സോർപ്ഷൻ വി ഹാവ് ഡിസ്കസ്ഡ്. ഫാറ്റി ആസിഡും ഗ്ലിസറോളും രക്തത്തിലേക്ക് അല്ലെങ്കിൽ ലിംഫിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ്. ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ കനോട്ട് ബി അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ് ആസ് സച്ച്. ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയും രക്തത്തിലേക്ക് അങ്ങനെ തന്നെ ആഗിരണം ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് ദേ ആർ ഇൻസോളിബിൾ ഇൻ വാട്ടർ. ഇവ ജലത്തിൽ ലയിക്കാത്ത ഘടകങ്ങളാണ്. ഗ്ലിസറോളും ഫാറ്റി ആസിഡും ജലത്തിൽ ലയിക്കാത്തവയാണ്. അതുകൊണ്ട് ദേ ആർ ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു സ്മോൾ ഡ്രോപ്ലെറ്റ്സ് കോൾഡ് മിസൽസ്. ഈ ഫാറ്റി ആസിഡുകളും ഗ്ലിസറോളുകളും കൂടി ചേർന്ന് ചെറിയ കണങ്ങളായി മാറും. അവയെ പറയുന്ന പേരുകളാണ് മിസെല്ലുകൾ. These micelles move into the intestinal mucosa. ഇങ്ങനെ ഇവ കൂടിച്ചേർന്നുണ്ടാകുന്ന മിസെല്ല് ഇൻറ്റസ്റ്റിനൽ മ്യൂക്കോസയിലേക്ക് പ്രവേശിക്കും. There they are reformed into very small protein coated fat globules. അവിടെ വെച്ച് ഇൻറ്റസ്റ്റിനൽ മ്യൂക്കോസയ്ക്ക് അകത്ത് വെച്ച് പ്രോട്ടീൻ കോട്ട് രൂപപ്പെടും. ഈ ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ ചില പ്രോട്ടീൻ ആവരണങ്ങൾ കൊണ്ട് പൊതിയും. Such bodies are called chylomicrons. Chylomicrons എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടീൻ കോട്ടഡ് ഫാറ്റ് ഗ്ലോബ്യൂൾസ്. ഈ ഗ്ലോബ്യൂൾസിനെയാണ് chylomicrons എന്ന് പറയുന്നത്. Chylomicrons are transported into the lymph vessels, lacteals, in the villus or villi. വില്ലസുകൾക്ക് ഉള്ളിലുള്ള ലിംഫ് വെസലിൻ്റെ പേരാണ് ലാക്റ്റിയൽ. നമ്മുടെ വില്ലസുകളുടെ സ്ട്രക്ചർ വളരെ ഭംഗിയായി പഠിച്ചതാണ്. അതിനകത്തെ ലാർജ് ലിംഫ് ഡക്റ്റ് നിങ്ങൾ കണ്ടു. ഇറ്റ് ഈസ് കോൾഡ് ലാക്റ്റിയൽ. ദീസ് ചൈലോമൈക്രോൺസ് ആർ ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ദ ലാക്റ്റിയൽസ് ഇൻ ദ വില്ലൈ. These lymph vessels ultimately release the absorbed substances into the bloodstream. ഇങ്ങനെ ലിംഫ് വെസലുകൾ ആഗിരണം ചെയ്യുന്ന ന്യൂട്രിയൻസിനെ ബ്ലഡ് സ്ട്രീമിലേക്ക് റിലീസ് ചെയ്യും, സ്രവിപ്പിക്കും. We know absorption takes place in different parts of the alimentary canal. Major sites of absorption in small intestine are jejunum and ileum. ചെറുകുടലിലെ ജജനത്തിലും ഈലിയത്തിലും വെച്ചാണ് പോഷക ഘടകങ്ങൾ പ്രധാനമായും വലിച്ചെടുക്കപ്പെടുന്നത്. എങ്കിലും അലിമെൻ്ററി കനാലിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വെച്ച് അബ്സോർപ്ഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് അബ്സോർപ്ഷൻ ടേക്സ് പ്ലേസ് ഇൻ മൗത്ത്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ഈവൻ ഇൻ ലാർജ് ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ ബക്കൽ ക്യാവിറ്റി, ആമാശയം, ചെറുകുടൽ, വൻകുടൽ തുടങ്ങിയ ഭാഗങ്ങളിൽ വെച്ചും പല ന്യൂട്രിയൻസും പല മെറ്റീരിയൽസും അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്.
Maximum absorption takes place in small intestine, that is jejunum and ileum. ഓരോ ഭാഗത്ത് വെച്ചും എന്തൊക്കെ സബ്സ്റ്റൻസസ് ആണ് അബ്സോർബ് ചെയ്യപ്പെടുന്നത് നോക്കാം. In mouth, certain drugs coming in contact with the mucosa of mouth and lower side of the tongue are absorbed into the blood capillaries lining them. ചില മരുന്നുകൾ നിങ്ങളോട് അലിയിച്ച് കഴിക്കാൻ ആവശ്യപ്പെടാറുണ്ട്. ചിലപ്പോൾ ചില രോഗികളുടെ നാവിനടിയിലേക്ക് ചില ഗുളികകൾ നിക്ഷേപിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. വായിൽ മ്യൂക്കോസൽ എപ്പിത്തീലിയത്തിന് ഈ മരുന്നുകളെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. നാവിനടിയിലുള്ള ബ്ലഡ് കാപ്പിലറീസിലേക്കും ഇവ അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ മൗത്തിൽ വെച്ച് തന്നെ ചില സബ്സ്റ്റൻസസ് അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. സ്റ്റൊമക്കിൽ വാട്ടർ, സിമ്പിൾ ഷുഗേഴ്സ്, ആൽക്കഹോൾ എക്സെട്ര ആർ അബ്സോർബ്ഡ് ഇൻ ദ സ്റ്റൊമക്ക്. ആമാശയത്തിൽ വെച്ച് ജലം, ചില പഞ്ചസാരകൾ, ആൽക്കഹോളുകൾ തുടങ്ങിയവ ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. സ്റ്റൊമക്കിലെ ഗ്ലൂക്കോസ് എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ പഠിച്ചത് എന്താ? സ്റ്റൊമക്കിൽ ഗ്ലൂക്കോസ് ഉണ്ടാകുന്നില്ല, സ്റ്റൊമക്കിൽ കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ നടക്കുന്നില്ല. പക്ഷേ നമ്മൾ ഡയറക്റ്റായിട്ട് ഗ്ലൂക്കോസ് ചിലപ്പോൾ കഴിക്കാറുണ്ട് അല്ലേ? ആ സമയത്ത് അത് ആമാശയത്തിൽ വെച്ച് തന്നെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. ക്ഷീണം തളർച്ചയൊക്കെ വരുന്ന സമയത്ത് ഗ്ലൂക്കോസ് ഇൻജെക്റ്റ് ചെയ്യുകയോ നമ്മൾ ഗ്ലൂക്കോസ് കുടിക്കുകയോ ചെയ്യാറുണ്ട്. സ്റ്റൊമക്കിൽ വെച്ച് തന്നെ ഇത് ബ്ലഡ് സ്ട്രീമിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടും. ഇനി അടുത്ത അബ്സോർപ്ഷൻ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. Small intestine is the principal organ of absorption of nutrients. Digestion is completed in small intestine. Small intestine വെച്ചാണ് digestion പൂർത്തിയാകുന്നത്. Glucose, fructose, fatty acids, glycerol and amino acids are absorbed through intestinal mucosa into the bloodstream. ഫ്രക്ടോസ്, ഫാറ്റി ആസിഡുകൾ, ഗ്ലിസറോളുകൾ, അമിനോ ആസിഡുകൾ തുടങ്ങിയവയൊക്കെ തന്നെ ഇൻറ്റസ്റ്റിനൽ മ്യൂക്കോസയിലൂടെയാണ് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ പ്രത്യേകിച്ച് ഡൈജസ്റ്റീവ് റോളൊന്നും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. ബട്ട് വാട്ടർ, സം മിനറൽസ് ആൻഡ് ഡ്രഗ്സ് ആർ അബ്സോർബ്ഡ് ഇൻ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ച് ജലം, ചില ധാതുക്കൾ, ചില ഔഷധങ്ങൾ തുടങ്ങിയവയുടെ ആഗിരണം സാധ്യമാകുന്നുണ്ട്. ഇപ്പോൾ അബ്സോർപ്ഷൻ മൗത്തിൽ സംഭവിക്കുന്നു, ആമാശയത്തിൽ സംഭവിക്കുന്നു, ചെറുകുടലിലും വൻകുടലിലും അബ്സോർപ്ഷൻ സാധ്യമാകുന്നു. ഇങ്ങനെ ജജനം, ഇലിയം എന്നീ ഭാഗങ്ങളാണ് ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷന് സഹായിക്കുന്നതെങ്കിലും മറ്റെല്ലാ ഭാഗത്ത് വെച്ചും ചെറിയ തോതിലുള്ള പദാർത്ഥങ്ങളുടെ ആഗിരണം സാധ്യമാകുന്നുണ്ട്. ഇവ വലിച്ചെടുത്തിട്ട് എന്താണ് ചെയ്യുന്നത്? These absorbed substances finally reach the tissues and utilized for various activities. ഈ പദാർത്ഥങ്ങളൊക്കെ തന്നെ അവസാനം അന്തിമമായി ഉപയോഗപ്പെടുത്തുന്നത് കോശങ്ങളുടെ, കലകളുടെ ഉപാപചയ പ്രവർത്തനങ്ങൾക്കാണ്. ഇങ്ങനെ ആഗിരണം ചെയ്യപ്പെടുന്ന പോഷക ഘടകങ്ങളെ ശരീര ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. സ്വാംശീകരണം. Assimilation is the process of conversion or utilization of absorbed nutrients by the cells or tissues for their activities. കോശങ്ങളും കലകളും അവയുടെ പ്രവർത്തനങ്ങൾക്കായി ഈ ലഘു പോഷക ഘടകങ്ങളെ ഉപയോഗപ്പെടുത്തി അത് ശരീരത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിനെയാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. നാം കഴിക്കുന്ന ആഹാരത്തിലെ എല്ലാ ഘടകങ്ങളും പൂർണ്ണമായി ദഹിക്കില്ല. ചില ഭാഗം ദഹിക്കാതെ അവശേഷിക്കും. The digestive waste solidified into feces in the rectum. ദഹനം കഴിഞ്ഞതിന് ശേഷം, ആഗിരണത്തിനും ശേഷം അവശേഷിക്കുന്ന വസ്തുക്കൾ റെക്റ്റത്തിൽ വന്ന് സോളിഡിഫൈ ചെയ്യും. അതിൻ്റെ ജലാംശമൊക്കെ കുറഞ്ഞ് ഏതാണ്ടൊരു ഖര രൂപത്തിലേക്ക് സ്റ്റോർ ചെയ്യും. റെക്റ്റത്തിൽ ഈ മാറ്റർ, ഡൈജസ്റ്റീവ് വേസ്റ്റ് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ there arises a neural സിഗ്നൽ ഓർ ന്യൂറൽ റിഫ്ലെക്സ്. ഇപ്പോൾ രക്തത്തിൽ വേസ്റ്റ് വന്ന് അടിയുമ്പോൾ നമ്മൾ മലം എന്നാണ് അതിനെ പറയുന്നത്. ഇത് നിറഞ്ഞു കഴിയുമ്പോഴേക്കും ഇറ്റ് കോസ് എ ന്യൂറൽ റിഫ്ലെക്സ് ഇനിഷ്യേറ്റ്സ് ആൻ എർജ് ഫോർ ദ റിമൂവൽ ഓഫ് ദ വേസ്റ്റ് മെറ്റീരിയൽ. രക്തത്തിൽ നിന്ന് വേസ്റ്റിനെ പുറന്തള്ളാനുള്ള ഒരു ടെൻഡൻസി ശരീരം കാണിക്കും. അപ്പം അതിന് കാരണം ന്യൂറൽ സിഗ്നലാണ്. രക്തത്തിനകത്തേക്ക് ഡൈജസ്റ്റീവ് വേസ്റ്റ് സോളിഡിഫൈ ചെയ്ത ഫീസസായി മാറുന്ന സമയത്ത് ഒരു ന്യൂറൽ സിഗ്നൽ ഉണ്ടാവുകയും ദിസ് സിഗ്നൽ ഇവോക്സ് ആൻ എർജ് ഫോർ ഇറ്റ്സ് റിമൂവൽ.
അങ്ങനെ the ejection of feces to outside through the anal opening is possible. അങ്ങനെയാണ് anal opening വഴി ഈ ഫീസസ് പുറത്തേക്ക് വിസർജിക്കുന്നത്. മലവിസർജനം അല്ലെങ്കിൽ ഡെഫിക്കേഷൻ എന്ന് പറയും. ദിസ് ഇസ് എ വോളണ്ടറി പ്രോസസ്. ഇത് നമ്മുടെ ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ടുള്ള, അതായത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പ്രോസസ്സാണ്. ഇറ്റ് ഈസ് ഇഫക്റ്റഡ് ബൈ മാസ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ്. അന്നപഥത്തിനകത്തുള്ള മസിൽസിൻ്റെ ഒരുപാട് മസിൽസ് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ പ്രോസസ് ഓഫ് ഇജക്ഷൻ പോസിബിൾ ആകുന്നത്. അപ്പോൾ ദ പ്രോസസ് ഓഫ് ഡെഫിക്കേഷൻ, വാട്ട് ഈസ് ഡെഫിക്കേഷൻ? The ejection of feces to outside through anal opening is called defecation. Defecation is effected by mass peristaltic movement. It is a voluntary process. For digestive system വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്കൊരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്നത്. നാം കഴിക്കുന്ന ആഹാരം അതിലെ എല്ലാ കോമ്പണൻസിനെയും ശരിയായ രീതിയിൽ ഡൈജസ്റ്റ് ചെയ്ത് ആവശ്യമുള്ള ന്യൂട്രിയൻസിനെ ബ്ലഡ് സ്ട്രീമിലേക്ക് അബ്സോർബ് ചെയ്ത് അതിൻ്റെ ശരീരകലകളുടെ ഭാഗമാക്കി അസിമിലേറ്റ് ചെയ്ത് മെറ്റബോളിക് പ്രോസസ്സസിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുകയും അവശേഷിക്കുന്ന അവശിഷ്ടങ്ങളെ അല്ലെങ്കിൽ വിസർജ്യങ്ങളെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുകയും ചെയ്യും. ദെൻ വി ക്യാൻ ലീഡ് എ വെരി ഹെൽത്തി ലൈഫ്. പക്ഷേ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് പല കാരണങ്ങൾ കൊണ്ടും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, ചില തകരാറുകൾ സംഭവിക്കാം. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസോർഡേഴ്സ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. എന്തൊക്കെയാണ് നമ്മുടെ ദഹന വ്യവസ്ഥയെ ബാധിക്കാവുന്ന തകരാറുകൾ? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കാം? പ്രധാനമായും നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഫീഡിംഗ് സ്റ്റൈൽ, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, മെൻ്റൽ സ്റ്റേറ്റ്. വി വിൽ ഡിസ്കസ് വൺ ബൈ വൺ. Inflammation of the intestinal tract is the most common ailment due to bacterial or viral infections. ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസിൻ്റെ അണുബാധ കൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രധാന പ്രശ്നം ഇൻഫ്ലമേഷൻ ഓഫ് ദ ഇൻറ്റസ്റ്റിനൽ ട്രാക്ട്, നമ്മുടെ അന്നപഥത്തിനുണ്ടാകുന്ന വീക്കം. പല കാരണങ്ങൾ കൊണ്ട് ഈ ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. ദ ഇൻഫെക്ഷൻസ് ആർ കോസ്ഡ് ബൈ പാരസൈറ്റ്സ്. ഇൻവെർട്ടിബ്രേറ്റ്സ് എന്നുള്ളൊരു ഭാഗത്ത് നിങ്ങൾ പല ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് പഠിച്ചു. അതിൽ ഇൻറ്റസ്റ്റിനൽ പാരസൈറ്റ്സിനെ കുറിച്ചും നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്. വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് ടേപ്പ് വേം, റൗണ്ട് വേം, ത്രെഡ് വേം, ഹൂക്ക് വേം, പിൻ വേം എക്സെട്ര. ഈ പറഞ്ഞ വിരകളൊക്കെ തന്നെ നമ്മുടെ ദഹന വ്യവസ്ഥയിൽ എത്തിപ്പെട്ടാൽ നമ്മുടെ ആരോഗ്യത്തിന് തകരാറുണ്ടാക്കും, അലിമെൻ്ററി സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കും. പാരസിറ്റിക് ഇൻഫെക്ഷൻസ് is the major cause of disorders of digestive system. ഇത് പല കാരണങ്ങളിൽ ഒന്നാണ്. ഇപ്പോൾ ടേപ്പ് വേം, റൗണ്ട് വേം, ത്രെഡ് വേം, ഹൂക്ക് വേം, പിൻ വേം തുടങ്ങിയ വിരകളുടെ മുട്ടയോ അല്ലെങ്കിൽ ഈ വിരകളോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ പാരസൈറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഡൈജസ്റ്റ് ചെയ്യുന്ന ഫുഡിലെ ന്യൂട്രിയൻസ് ഇവ വലിച്ചെടുക്കും. അങ്ങനെ നമുക്ക് ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകും. ഇതിൻ്റെ പാർശ്വഫലമായി വയറുവേദന, മറ്റ് ബുദ്ധിമുട്ടുകൾ തുടങ്ങിയവ ഉണ്ടാവുകയും ചെയ്യും. Another disorder of digestive system is jaundice, മഞ്ഞപ്പിത്തം. Jaundice is caused due to the deposit of bile pigments like bilirubin and biliverdin. രണ്ട് തരം ബൈൽ പിഗ്മെൻറ്റ്സ് ആണ് ഉള്ളത്, ബിലിറൂബിനും ബിലിവേർഡിനും. ഈ പിഗ്മെൻറ്റ്സ് അടിഞ്ഞു കൂടുന്നത് വഴി ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ജോണ്ടിസ്. ദ മേജർ ഓർഗൻ എഫക്റ്റഡ് ഈസ് ലിവർ. കരളിനെയാണ് ഇത് പ്രധാനമായും ബാധിക്കുന്നത്. ആസ് എ റിസൾട്ട് സ്കിൻ ആൻഡ് ഐസ് ടേൺ യെല്ലോ. നമ്മുടെ തൊലിപ്പുറത്തും കണ്ണിലും ഒരു മഞ്ഞ നിറം പ്രത്യക്ഷപ്പെടും. ജോണ്ടിസിൻ്റെ ഒരു ഫസ്റ്റ് സിംറ്റമാണ്. സോ ജോണ്ടിസ് ഈസ് കോസ്ഡ് ബൈ ദ ഡെപ്പോസിറ്റ് ഓഫ് ബൈൽ പിഗ്മെൻറ്റ്സ്. വൊമിറ്റിംഗ് ഈസ് അനദർ ഡിസോർഡർ ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഛർദി, ശരീരത്തിനകത്ത് ആമാശയത്തിനകത്ത് നിന്ന് ഭക്ഷണം വായ വഴി പുറത്തേക്ക് വരുന്ന പ്രോസസ്സിനെയാണ് വോമിറ്റിംഗ് എന്ന് പറയുന്നത്. വോമിറ്റിംഗ് ഈസ് ദ ഇജക്ഷൻ ഓഫ് സ്റ്റൊമക് കണ്ടന്റ് ത്രൂ ദി മൗത്ത്. ഇറ്റ്സ് എ റിഫ്ലെക്സ് ആക്ഷൻ. പലപ്പോഴും നമ്മുടെ ശരീരത്തിന് സഹായകമായ ഒരു പ്രവൃത്തിയാണ് വോമിറ്റിംഗ്. ശരീരത്തിന് ആവശ്യമില്ലാത്ത ഘടകങ്ങൾ ഭക്ഷണത്തിലൂടെയോ മറ്റോ നമ്മുടെ ശരീരത്തിനുള്ളിലെത്തിയാൽ അവയെ പുറന്തള്ളാൻ ശരീരം സ്വീകരിക്കുന്ന ഒരു മാർഗം കൂടിയാണ് വോമിറ്റിംഗ്. ഇറ്റ് ഈസ് എ റിഫ്ലെക്സ് ആക്ഷൻ കൺട്രോൾഡ് ബൈ ദ വൊമിറ്റ് സെൻറ്റർ ഇൻ ദ മെഡുല്ല. തലച്ചോറിലെ മെഡുല്ല റീജിയണിലെ വൊമിറ്റ് സെൻറ്ററാണ് ഈ റിഫ്ലെക്സ് ആക്ഷനെ നിയന്ത്രിക്കുന്നത്. തലയുടെ പിൻഭാഗത്ത് ശക്തിയായി അടിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും.
തലയ്ക്ക് പിൻഭാഗത്ത് അടിയേറ്റ ഒരാളെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അയാൾ ഛർദ്ദിക്കുന്നുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കാറുണ്ട്. കുട്ടികൾ തല ഇടിച്ചിട്ട് വീഴുമ്പോഴും നമ്മൾ ഡോക്ടറെ അടുത്ത് എത്തിയാൽ ആദ്യം ചോദിക്കുന്നത് കുട്ടി ഛർദ്ദിക്കുന്നുണ്ടോ എന്നാണ്. അപ്പോൾ നമ്മുടെ മെഡുല്ലയിലെ വൊമിറ്റ് സെൻറ്ററിൽ എന്തെങ്കിലും തകരാറുണ്ടോ എന്നറിയാനാണ് അങ്ങനെ ചോദിക്കുന്നത്. വൊമിറ്റിംഗ് ഈസ് കൺട്രോൾഡ് ബൈ ദ വൊമിറ്റ് സെൻറ്റർ ഇൻ ദ മെഡുല്ല. A feeling of nausea precedes vomiting. ഛർദ്ദിക്കാൻ വരുമ്പോൾ നമ്മൾ ഛർദ്ദിക്കാൻ വരുന്നു എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ തോന്നുന്നു. ഛർദ്ദി വരുന്നതിന് തൊട്ട് മുമ്പ് നമുക്കൊരു നോസിയ, ഒരു മനം പിരട്ടൽ ഉണ്ടാകാറുണ്ട്. അതിനെ തുടർന്നാണ് നമ്മൾ ഛർദ്ദിക്കുന്നത്. വോമിറ്റിംഗ് ഈസ് എ ഡിസോർഡർ ഓഫ് ഡൈജസ്റ്റീവ് ട്രാക്ട്. അനദർ ഡിസോർഡർ ഓഫ് എലിമെൻ്ററി കനാൽ ഈസ് ഡയറിയ, വയറിളക്കം. അബ്നോർമൽ ഫ്രീക്വൻസി ഓഫ് ബവൽ മൂവ്മെൻറ്റ് ആൻഡ് increased liquidity of the fecal discharge is known as diarrhea. ബവൽ മൂവ്മെൻറ്റ് ക്രമരഹിതമായി നടക്കുകയും ഫീക്കൽ ഡിസ്ചാർജ്, മലം കൂടുതൽ ലിക്വിഡായി മാറുകയും ചെയ്യും, ലിക്വിഡിറ്റി അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കൂടുകയും ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് മലവിസർജനം നടത്തുകയും ചെയ്യും. ഈ ഡിസോർഡറിനെയാണ് ഡയറിയ എന്ന് പറയുന്നത്. ഡയറിയയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇറ്റ് റെഡ്യൂസസ് ദ അബ്സോർപ്ഷൻ ഓഫ് ഫുഡ്. ഫുഡിലെ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് പുറന്തള്ളപ്പെടുകയാണ്. അപ്പോൾ ശരീരത്തിനകത്ത് ന്യൂട്രിയൻസിൻ്റെ അഭാവം ഉണ്ടാകും, വാട്ടറിൻ്റെ അഭാവം ഉണ്ടാകും, ബോഡിക്ക് ഡീഹൈഡ്രേഷൻ സംഭവിക്കാൻ കാരണമാകും. ഡയറിയ വന്ന ഉടനെ തന്നെ ഉപ്പ് ധാരാളം ചേർത്ത വെള്ളം കുടിക്കുക, നല്ല അളവിൽ വെള്ളം കുടിക്കുക, കൂടുതൽ വെള്ളം കുടിക്കുക, ഇതൊക്കെ തന്നെ ഡയറിയയിലൂടെ ശരീരത്തിൽ നിന്ന് ജലവും ലവണങ്ങളും നഷ്ടപ്പെടുന്നതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡയറിയ leads to many serious effects like dehydration of the body. Diarrhea നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുകയാണെങ്കിൽ it may lead to death. Constipation is another disorder. In constipation, the feces are retained within the rectum as the bowel movements occur irregular. Constipation, മലബന്ധം. കോൺസ്റ്റിപ്പേഷനിൽ ഫീസസ് രക്തത്തിനകത്ത് റീറ്റെയിൻ ചെയ്യും. ബവൽ മൂവ്മെൻറ്റ്സ് ഇറഗുലർ ആയതുകൊണ്ട് തന്നെ ഇതിന് ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെ അവസാന ഭാഗത്തൂടെ സുഗമമായി സഞ്ചരിച്ച് പുറത്തേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ ജലാംശം വളരെ കുറഞ്ഞ് ഖരരൂപത്തിലായിട്ട് ഫീസസ് മാറും. ഇറ്റ് റീറ്റെയിൻഡ് വിതിൻ ദ റെക്റ്റം. ഡെഫിക്കേഷന് വളരെ പ്രയാസം നേരിടും. പല കാരണങ്ങൾ കൊണ്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാം. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ ജലത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ ഫൈബ്രസ് ഫുഡിൻ്റെ കുറവ് കൊണ്ട് അത് സംഭവിക്കാം. ഇറഗുലറായിട്ട് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാം. ഈവൻ മെൻ്റൽ സ്റ്റാറ്റസ് മേ കോസ് കോൺസ്റ്റിപ്പേഷൻ. മാനസികമായ പ്രശ്നങ്ങൾ കൊണ്ടും ഈ അവസ്ഥകൾ ഉണ്ടാകാം. ഇൻഡൈജഷൻ ഈസ് അനദർ ഡിസോർഡർ. ഇൻഡൈജഷൻ അല്ലെങ്കിൽ ദഹനക്കേട്. ഇൻ ദിസ് കണ്ടീഷൻ ദ ഫുഡ് ഈസ് നോട്ട് പ്രോപ്പർലി ഡൈജസ്റ്റഡ്. നാം കഴിക്കുന്ന ആഹാരത്തിന് ശരിയായി ദഹനം സംഭവിക്കാത്ത അവസ്ഥയാണ് ദഹനക്കേട്. അപ്പോൾ ഇൻഡൈജഷൻ ലീഡ്സ് ടു എ ഫീലിംഗ് ഓഫ് ഫുൾനെസ്. നാം കഴിച്ച ആഹാരം വയറ് നിറഞ്ഞിരിക്കുന്നതായി നമുക്ക് തോന്നും, എപ്പോഴും വയറ് വേർതിരിക്കുന്നതായി തോന്നും. പല കാരണങ്ങൾ കൊണ്ട് ഇൻഡൈജഷൻ ഉണ്ടാകാം. വൺ ഓഫ് ദ റീസൺസ് ഈസ് ഇനാഡിക്വേറ്റ് എൻസൈം സെക്രീഷൻ. നാം കഴിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ ദഹിപ്പിക്കാൻ ആവശ്യമായ എൻസൈമുകൾ സ്രവിക്കാൻ കഴിയാത്ത അവസ്ഥ ഗ്ലാൻസിൻ്റെ തകരാറ് കൊണ്ട് സംഭവിക്കാം, മറ്റ് പല കാരണങ്ങൾ കൊണ്ടും അത് സംഭവിക്കാം. അനദർ റീസൺ ഈസ് ആങ്സൈറ്റി, ഉത്കണ്ഠ. നമ്മൾ ടെൻസ്ഡ് ആയിരിക്കുന്ന സമയത്ത് നാം കഴിച്ച ഭക്ഷണം ദഹിക്കില്ല, നമുക്ക് വിശപ്പ് ഫീൽ ചെയ്യാറില്ല. നമ്മളിൽ പലരും അത് അനുഭവിച്ചിട്ടുള്ളതായിരിക്കും. ആങ്സൈറ്റി ഉള്ളപ്പോൾ ഭക്ഷണം കഴിക്കാനോ കഴിച്ച ഭക്ഷണം ദഹിക്കുകയോ ചെയ്യില്ല. മറ്റൊരു റീസൺ ഫുഡ് പോയ്സണിങ്. നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷാംശം കലർന്നിട്ടുണ്ടെങ്കിൽ ഭക്ഷ്യവിഷബാധ ഒരു കാരണമാണ്. ഭക്ഷ്യവിഷബാധ കാരണം ഇൻഡൈജഷൻ സംഭവിക്കാം. അനദർ റീസൺ ഇസ് ഓവർ ഈറ്റിംഗ്, അമിതാഹാരം. അമിതമായി നാം ഭക്ഷണം കഴിക്കുമ്പോഴും ശരിയായി ദഹിക്കാത്ത അവസ്ഥ ഉണ്ടാകാം. ഈ കഴിച്ച ഭക്ഷണത്തെ മുഴുവൻ ദഹിപ്പിക്കാൻ ആവശ്യമായ എൻസൈംസ് സെക്രീറ്റ് ചെയ്തില്ലെങ്കിൽ ശരിയായി ആഹാരം ദഹിക്കില്ല. സോ ഓവർ ഈറ്റിംഗ് ലീഡ്സ് ടു ഇൻഡൈജഷൻ. സ്പൈസി ഫുഡ് ഓൾസോ ഈസ് എ റീസൺ ഫോർ ഇൻഡൈജഷൻ. ഒരുപാട് എരിവുള്ള ധാരാളം മസാലകളൊക്കെ ചേർത്ത ഭക്ഷണവും ദഹനക്കേടിന് കാരണമാകും.
നമ്മുടെ മാനസികാവസ്ഥ, ഡിപ്രഷൻ, നമ്മുടെ മൂഡ് ചേഞ്ച്, ഇതൊക്കെ തന്നെ അലിമെൻ്ററി കനാലിൻ്റെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും. അമിതമായ സന്തോഷം അല്ലെങ്കിൽ അമിതമായ ദുഃഖമുള്ള സമയത്ത് നമുക്ക് വിശപ്പ് ഫീൽ ചെയ്യാറില്ല. അതിനെന്താണ് കാരണം? അതിനനുസരിച്ചുള്ള ഹോർമോണുകൾ ശരീരത്തിൽ സ്രവിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് ഡൈജഷനെ അല്ലെങ്കിൽ ആഹാരത്തിൻ്റെ ഇൻടേക്കിനെ ഒക്കെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഡിപ്രസ്ഡ് മൂഡിലായിരിക്കുന്ന ഒരാൾക്ക് ഭക്ഷണത്തോട് താല്പര്യം ഉണ്ടാവില്ല. സ്വാഭാവികമായി ഭക്ഷണത്തിൻ്റെ കാഴ്ച, രുചി, ഗന്ധം തുടങ്ങിയവ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. പക്ഷെ ഡിപ്രഷൻ, ആങ്സൈറ്റി തുടങ്ങിയ മെൻ്റൽ സ്റ്റേറ്റിലായിരിക്കുന്ന സമയത്ത്, കടുത്ത വിഷാദം ഉണ്ടായിരിക്കുന്ന അവസ്ഥയിലൊക്കെ കാഴ്ചയോ അതിൻ്റെ രുചിയോ മണമോ ഇവയൊന്നും തന്നെ നമ്മളെ സ്റ്റിമുലേറ്റ് ചെയ്യാറില്ല. അങ്ങനെ മാനസികമായ പ്രശ്നങ്ങൾ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നുണ്ട്. സോ till now we have discussed the process of absorption. Absorption is the process of taking in of the nutrients into the bloodstream through intestinal mucosa. We have discussed different mechanisms of absorption like passive transport, facilitated transport and active transport. Absorption of fatty acid and glycerol മറ്റൊരു രീതിയിലാണ് നടക്കുന്നത്. അതും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മുടെ ശരീരത്തിൻ്റെ അലിമെൻ്ററി കനാലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് നടക്കുന്ന അബ്സോർപ്ഷനെ കുറിച്ചൊരു ഏകദേശ ധാരണ നമുക്ക് മനസ്സിലായി. അബ്സോർപ്ഷനെ തുടർന്ന് അസിമിലേഷൻ. അസിമിലേഷൻ ഈസ് ദ കൺവേർഷൻ ഓഫ് ന്യൂട്രിയൻസ് ആസ് പാർട്ട് ഓഫ് cells or tissues in order to carry out metabolic activities. അസിമിലേഷനിലൂടെ ആഗിരണം ചെയ്ത പോഷക ഘടകങ്ങളെ ശരീരകലകളാക്കി മാറ്റുന്നു. ഇനി ദഹിക്കാതെ അവശേഷിക്കുന്ന വസ്തുക്കളെ പുറന്തള്ളുന്ന പ്രോസസ്സാണ് ദാറ്റ് ഈസ് കോൾഡ് ഡെഫിക്കേഷൻ. ഡെഫിക്കേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഇജക്ഷൻ ഓഫ് അൺഡൈജസ്റ്റഡ് വേസ്റ്റ് ത്രൂ ദി ഏനസ് ടു ദ ഔട്ട്സൈഡ്. അതിനെ തുടർന്ന് നാം ഡിസ്കസ് ചെയ്തത് ഡിസോർഡേഴ്സ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇത്രയും ഡിസോർഡേഴ്സാണ് ഈ അധ്യായത്തിൽ നിങ്ങൾക്ക് പഠിക്കാനായി നിർദ്ദേശിച്ചിട്ടുള്ളത്. ആ ഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി കഴിഞ്ഞു. നൗ ഇറ്റ്സ് ടൈം ഫോർ റിവ്യൂ. നമ്മൾ ഇതുവരെ പഠിച്ച വസ്തുതകൾ എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, അതിനുവേണ്ടി ഒരു അസൈൻമെൻറ്റ് ചെയ്യാം. പ്രിപ്പയർ എ ബ്രീഫ് നോട്ട് ഓൺ അബ്സോർപ്ഷൻ. Major points to be included: definition of absorption, types of absorption, process of absorption in mouth, stomach, small intestine and large intestine. Absorption പ്രക്രിയയുടെ നിർവചനം, വിവിധ തരം ആഗിരണ പ്രക്രിയകൾ, വായ, ആമാശയം, ചെറുകുടൽ, വൻകുടൽ എന്നിവിടങ്ങളിൽ വെച്ച് നടക്കുന്ന ആഗിരണം എന്നിവയെക്കുറിച്ച് ഒരു ലഘുക്കുറിപ്പ് തയ്യാറാക്കുക. പ്രിപ്പയർ ദ നോട്ട് ഇൻ യുവർ സയൻസ് ഡയറി ആൻഡ് ഡിസ്കസ് വിത്ത് യുവർ ടീച്ചർ. ഇവിടെ ഇന്ന് ഈ ക്ലാസ് കൊണ്ട് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന അധ്യായം അവസാനിക്കുകയാണ്. കടന്നുപോയ പാഠഭാഗങ്ങൾ നന്നായി മനസ്സിലാക്കി സംശയമുള്ള ഭാഗം നിങ്ങളുടെ ടീച്ചറുമായി ചർച്ച ചെയ്ത് സംശയ നിവാരണം വരുത്തേണ്ടതാണ്. തുടർന്ന് മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണുന്നതുവരെ താങ്ക് യു.